ഇടുക്കി വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ വനവാസി മേഖലയിലെ ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് 3.26 കോടി രൂപ അനുവദിച്ചു. 4.2 കിലോമീറ്റർ ദൂരം റോഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ വള്ളക്കടവ് വഞ്ചിവയൽ വനവാസി ഊരുനിവാസികളുടെ വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമാണ് സഞ്ചാരയോഗ്യമായ റോഡെന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പുറം ലോകത്തെത്തുന്നത്. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 306 പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. 80 വർഷം മുമ്പ് കുടിയേറി പാർത്തവരാണിവർ. വള്ളക്കടവിൽ നിന്നും പെരിയാർ കടുവ സങ്കേതത്തിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാണ് വഞ്ചിവയലിലെത്തേണ്ടത്. 15 വർഷം മുൻപ് മെറ്റലിംഗ് നിരത്തി. പിന്നീട് യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡിലൂടെ വർഷങ്ങളായി നടുപൊടിക്കുന്ന യാത്രയിൽ നിന്ന് മോചനമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് ഇവർ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡില്ലാത്തതിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനാണെങ്കിലും എല്ലാം 4 കിലോമീറ്റർ നടന്നു വേണമായിരുന്നു പോകാൻ. വാഹനം വരാനുള്ള സൗകര്യം റോഡിനില്ലായിരുന്നു. പിന്നെ ഇവിടെ 100 കുടുംബങ്ങളോളം താമസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും അസുഖമൊക്കെ വന്നാൽ ആംബുലൻസ് വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരത്തില്ല. 4 കിലോമീറ്റർ അപ്പുറമേ വരുള്ളൂ. 4 കിലോമീറ്റർ ചുമന്നുകൊണ്ട് വേണം പോകാൻ. അങ്ങനെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് വന്നതിൽ എല്ലാവരും വളരെയേറെ സന്തോഷിക്കുന്നു. 2 വർഷം മുൻപ് വണ്ടിപ്പെരിയാർ ഡിവിഷൻ മെമ്പർ വകുപ്പ് മന്ത്രിക്കും ജില്ലാ വികസന കമ്മീഷണറായിരുന്ന അർജുൻ പാണ്ഡ്യനും നിവേദനം നൽകി. തുടർന്ന് പാത കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മുൻ ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ വഞ്ചിവയൽ സന്ദർശിച്ചു. 3 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചു. 2 വർഷം കഴിഞ്ഞിട്ടും ഫണ്ട് അനുവദിക്കാതെ വന്നതോടെ ഊരുമൂപ്പൻ അജയൻ നിരാഹാരം ഉൾപ്പെടെ നടത്തി. ജനപ്രതിനിധികളുടെയും ഊരുനിവാസികളുടെയും അർജുൻ പാണ്ഡ്യന്റെയും നിരന്തരമായ ഇടപെടൽ മൂലം വീണ്ടും എസ്റ്റിമേറ്റ് പുതുക്കി തയ്യാറാക്കി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിക്ക് സമർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഇതിന് അംഗീകാരം നൽകി. നേരിട്ട് കണ്ട് അദ്ദേഹത്തിനോട് ഈ വഞ്ചിവയൽ വന്ന് സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം വന്ന് വഞ്ചിവയൽ കോളനി സന്ദർശിക്കുകയും PWയെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് തയ്യാറാക്കുകയും ചെയ്ത് തന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ അർജുൻ പാണ്ഡ്യൻ സാർ തന്നെ പറഞ്ഞു, ഈ പൊളിറ്റിക്കൽ പ്രഷർ ചെലുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് പൈസ അനുവദിച്ച് കിട്ടത്തുള്ളൂ പറഞ്ഞു. മന്ത്രി സെക്രട്ടേറിയറ്റിൽ ചെന്ന് നേരിട്ട് നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഈ റോഡിന് പെട്ടെന്ന് അനുമതി കിട്ടിയിട്ടുള്ളതാണ്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിനാണ് റോഡിന്റെ നിർമ്മാണ ചുമതല. വനം വകുപ്പിന്റെ എതിർപ്പില്ലാ സമ്മതപത്രം ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ജനം, ഇടുക്കി.